ബിഗ് ബോസ് ഹൗസിലെ വീട്ടിൽ തന്നെ നാടകീയ നിമിഷങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ജയിലിൽ 24 മണിക്കൂർ, അതെ 24 മണിക്കൂർ ഫുഡ് പോലും കഴിക്കാണ്ട് അന്നം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട ഫുഡ് എന്ന് പറയുന്നു റോബിൻ. ഇവിടെ നിന്ന് ഞാൻ പൊക്കോളാം, എനിക്ക് ഇവിടെ നിന്ന് ഗേറ്റ് തുറന്നു തറന്നാൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം, ഇവിടെ തന്നെ കിടക്കും എന്ന് പറയുന്നു റോബിൻ. റിയാസ് ബാത്റൂമിൽ പോകാൻ പറ്റാതെ കാർഡുകളൊക്കെ തീർന്ന് അവസാനം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ റിയാസ് ജയിലിന്റെ വാതിൽ തുറന്ന് ബാത്റൂമിൽ പോയിരിക്കുന്നു. എന്താണ് പിന്നെ സംഭവിച്ചത്? ഇന്ന് ആരാണ് ഔട്ട് ആവുന്നത്? വൈൽഡ് കാർഡുകൾ ഉണ്ടോ? എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യണം. നമുക്ക് തുടങ്ങാം. അപ്പം ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് അല്ലേ? ഭയങ്കര പ്രൊമോ തന്നെ ആദ്യമായിട്ടാണ് പ്രൊമോയ്ക്ക് 1 മില്യൺ വ്യൂയോടുകൂടി അടുപ്പിക്കുന്ന കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. 1 മില്യൺ വ്യൂ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം ആരൗട്ടായി വൈൽഡ് കാർഡ് പറയാം. അതിന് മുന്നേ തന്നെ ഇന്ന് വീട്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് ബിഗ് ബോസ് കടുത്ത ശിക്ഷയാണ് കൊടുത്തത്. ആദ്യത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതിന് സംഭവങ്ങളെല്ലാം ഇവർ ചെയ്തിരുന്നെങ്കിൽ, മുത്തുമാല കോർത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ റിയാസ് തന്നെ ആദ്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അവിടെ തൊട്ടാണ് തുടക്കം വന്നത്. അപ്പൊ അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശിക്ഷ വലിയ കടുപ്പമായി പോയി. പൊരി വെയിലത്താണ് അവർ രണ്ടുപേരും ഇന്ന് അവിടെ കിടന്നത്. പൊരി വെയിലത്ത് കാർഡും തീർന്നു. അതായത് ബാത്റൂമിൽ പോകാനുള്ള കാർഡ് തീർന്നു. ബാത്റൂമിൽ പോകാൻ പിന്നെ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റിയിട്ടില്ല. ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫുഡ് കഴിച്ചോന്ന് എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് നേരെ കഴിച്ചിട്ടില്ല. വൈകുന്നേരം ചായ കൊടുത്തു, അത് വേണ്ടാന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണ് അവർ ചെയ്തത്. ഓക്കെ, രാവിലെ തന്നെ മുത്തുമാല കോർത്ത് വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബിഗ് ബോസ് കത്ത് കൊടുത്തു വിട്ടു, നിങ്ങളിത് കോർത്താലേ നിങ്ങളെ ഇവിടുന്ന് പുറത്തിറക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ കോർക്കില്ല എന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ആ തറയിലൊക്കെ ചെന്നിച്ചെറിയാണല്ലോ മുത്ത് കിടന്നത്. അപ്പോൾ അത് എടുത്ത് കോർക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ബ്ലസ്സിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഫുൾ എടുത്ത് കോർത്തേ പറ്റുള്ളൂ. ഈ സമയം കൊണ്ട് ജയിലില് കാർഡ് തീർന്നു. ബാത്റൂമിൽ പോകാൻ പറ്റിയിട്ടില്ല. റോബിൻ അവിടെ എല്ലാം സഹിച്ച് എന്താ പറയണ്ടേ, കടിച്ചമർത്തി കമന്ന് കിടന്നു. റിയാസിനാണെങ്കിൽ പ്രാന്ത് പിടിച്ചിട്ട് വയ്യ, ബാത്റൂമിൽ പോയേ പറ്റുള്ളൂ. മണിക്കൂറുകളോളം അവസാനം ഏകദേശം വൈകുന്നേരം ആയപ്പം റിയാസിന്റെ കൺട്രോൾ പോയിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ജാസ്മിൻ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, ഒരു കാർഡെങ്കിലും തരൂ, അവർക്ക് ബാത്റൂമിൽ പോകണം, കാർഡ് തരൂ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. കുറേ നേരം ബിഗ് ബോസിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ റിയാസ് റൂള് തെറ്റിച്ച് എനിക്ക് പറ്റില്ല, എനിക്ക് ഇവിടെ മൂത്രം ഒഴിക്കാൻ വയ്യ, ഞാൻ പോകുന്നു ബാത്റൂമിൽ പറഞ്ഞ് ബാത്റൂമിൽ തുറന്നു പോയി. അത് കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ പോയി. അത് കഴിഞ്ഞ ശേഷമാണ് ആ റൂള് തെറ്റിച്ചാണ് പോയത്. കാർഡില്ല, അപ്പം റൂള് തെറ്റിയില്ലേ? കാർഡ് വേണം, കാർഡ് അതിനകത്ത് ഇട്ടിട്ട് സാൻഡ് ബ്ലോക്ക് തിരിച്ചു വെച്ചിട്ടല്ലേ പോവേണ്ടത്. അപ്പൊ ആ റൂളും തെറ്റി. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ വന്നു, അത് കഴിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. പിന്നെ ചായ വന്നു. ചായയുടെ കൂടെ നല്ല സ്നാക്ക് ഉണ്ടായിരുന്നേ. എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കൊതി വന്നിട്ട് വയ്യ. എടാ നിങ്ങൾ നമുക്ക് വേണ്ട. അവിടെ റോബിനും റിയാസും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് ഇവിടെ കിടന്ന് നമ്മൾ നോക്കിക്കോ, ഇവിടെ നിന്ന് നമ്മൾ നാളെ മൺഡേ നോമിനേറ്റ് ചെയ്യും, ഇവിടെ നിന്ന് തന്നെ നേരെ വണ്ടി പിടിച്ച് നേരെ 100 ദിവസം ഇവിടെ കിടക്കും എന്നാണ് രണ്ടുപേരും കൂടെ പറയുന്നത്. റിയാസിനാണെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. റോബിൻ അവിടെ ഞാൻ ഇവിടെ നിന്ന് പോകും, ഈ വഴി ഞാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. റോബിൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, ആരെ നോക്കുന്നില്ല, ദേഷ്യം. അപ്പൊ വീട്ടുകാർ കൊതി വന്നിട്ട് വയ്യ, കഴിക്കാൻ കൊതി വരുന്നു, ഈ സ്നാക്ക് ഞാൻ എടുത്തോട്ടാ, നിങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മൾ എടുത്തോട്ടാ, കൊതി വരുന്നു. അപ്പൊ റോൺസൺ ഇത് മറ്റേ ഒണിയൻ ഫ്രൈ ആന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒണിയൻ ഫ്രൈയും എന്തോ ചട്നിയും കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ അവസാനം വീട്ടുകാർ തിന്നോണ്ടിരുന്നു. വളരെ കഷ്ടം തോന്നും കേട്ടാ, വളരെ കഷ്ടം. കാര്യം രാവിലെ ഉച്ചക്കത്തെ വെയിലൊക്കെ കൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ തുറന്ന ജയിലല്ലേ, അതായത് ലൈറ്റ് നന്നായിട്ട് വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ കഴിച്ചോണ്ടിരുന്നപ്പോൾ റോൺസൺ ആണെങ്കിൽ സ്നാക്ക് എടുത്തോണ്ടേ 1-2. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു സമയം തീർന്നു. അതായത് ഒരു 6 മണി 6:30 കഴിഞ്ഞപ്പോഴാണ് ജയിൽ സമയം മതിയായി കഴിഞ്ഞു, അവർക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തിറങ്ങിയിട്ട് എന്തായാലും നന്നായിട്ട് അവര് ആ ശിക്ഷ അനുഭവിച്ചു. അതായത് അവർ മാല കോർത്തു. ഞാൻ പറയാൻ മറന്നുപോയി, അവർ മാല കോർത്തു. 2 പേരും കൂടി ഇരുന്ന് മാല കോർത്തിട്ടും ബിഗ് ബോസ് പുറത്തിറക്കിയില്ല. ആ പോയിന്റ് മറന്നുപോയി. കോർത്തിട്ടും ബിഗ് ബോസ് പുറത്തിറക്കിയില്ല. അതാണ് ദേഷ്യം.
രണ്ടുപേരും കൂടി ഇരുന്ന് മാല കോർത്തിട്ടും തറയിൽ കിടക്കണ മുത്തുകളെല്ലാം കൂടി പറക്കണം. അതിൽ മുത്തുകൾ പിന്നെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഇനി പറ്റൂല, ഇനി ഇതിൽ കൂടുതൽ ഈ മാല കോർക്കാൻ പറ്റൂല എന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ദേഷ്യത്തിൽ എത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു സുഹൃത്തുക്കളെ റോബിനും റിയാസും കെട്ടിപ്പിടിച്ചു. അങ്ങനെ ജയിലിനകത്ത്. എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തിറങ്ങി പിന്നെയും പഴയ പോലെ ആവും, വേറെ പ്രശ്നമില്ല. ഇനി ഇതാണ് സംഭവിച്ചത്. ഇന്ന് പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ 1 മില്യനോട് അടുക്കുകയാണ്. ഗംഭീര പ്രൊമോ ആയിരുന്നു. ഈ പ്രൊമോയിലുള്ളതുപോലെയൊക്കെ അതിനകത്ത് കാണിച്ചാൽ മതി. കാര്യം ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. ദേവീത് കട്ട് ചെയ്ത് കളയരുത്. നമുക്കെല്ലാം ഒന്ന് കാണണം. ഞാൻ കാല് പിടിക്കുക, അത് മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക്. വളരെ സന്തോഷം അത് കണ്ട. കാര്യം ഞാൻ ചിലപ്പം വഴക്ക് കൊടുക്കണതും അല്ലെങ്കിൽ ചിലപ്പം നന്നായിട്ട് വഴക്ക് കൊടുക്കുന്നതൊന്നും കാണിക്കൂല. അപ്പം ദയവ് ചെയ്തിട്ട് എല്ലാവരെയും വഴക്ക് പറയുന്നൊന്ന് കാണിക്കുക. ഇതുപോലെ തന്നെ എല്ലാ വീക്കെൻഡും ആവുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീക്കെൻഡും ഇതുപോലെ ആയാൽ ഇതേപോലെ മില്യൺ വ്യൂസ് വരും അല്ലേ. അപ്പം എല്ലാ വീക്കെൻഡിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വഴക്ക് കൊടുക്കുക. അപ്പൊ പ്രേക്ഷകർക്ക് തുല്യമായ നീതി എന്ന് നമുക്ക് തോന്നും. ഇനി അടുത്ത് ഔട്ട്. ആരാണ് ഔട്ട്? ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സൺഡേ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ നടക്കുന്നതേ ഉള്ളൂ. ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ അഖിലാണെന്ന് തോന്നുന്നു കേട്ടോ പുതിയ ക്യാപ്റ്റൻ. അതെന്തോ സൺഡേ എപ്പിസോഡിലാണ് അവർ ചെയ്യിപ്പിക്കുന്നത് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അഖിലാണ് പുതിയ ക്യാപ്റ്റൻ എന്നൊക്കെ. ഇതുവരെ ആരും ഔട്ടായിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കൺഫേംഡ് ആയിട്ടില്ല ആരെങ്കിലും ഔട്ടായോ ഇല്ലയോ എന്നുള്ളത്. വൈൽഡ് കാർഡ് എൻട്രീസിന്റെ പേരുകൾ കേൾക്കുന്നു, പക്ഷെ ഞാൻ കൺഫേംഡ് ആയിട്ട് പറയാം ആരാണ് വൈൽഡ് കാർഡ് എൻട്രീസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ പുതിയ പ്രൊമോയിൽ ജിത്തു ജോസഫ് ഒക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ അല്ലെ, ഓൺ സ്റ്റേജിൽ ജിത്തു ജോസഫ് വരുന്നുണ്ട്. 12th മാൻ്റെ പ്രൊമോഷനായിട്ട്. ആരാണ് ആ കൊലപാതകി അതും കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെയിൻലി ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് നല്ല തീയായിരിക്കും, ഫയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ജിത്തു ജോസഫ് വരുന്നത്. ദയവ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഫയർ ആയിരിക്കണം. ആദ്യമേ തന്നെ ജിത്തു ജോസഫിനെ കൊണ്ട് തണുപ്പിച്ച് കളയരുത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഫയർ ആയിട്ട് പിന്നെ നമുക്ക് ജിത്തു ജോസഫിനെ കൊണ്ട് ഒന്ന് കാമാവാം അല്ലേ. അതാണ് നല്ലത്. അപ്പം ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡ് ഇനി മുന്നേ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. അതുവരേക്കും ബൈ.